നമ്മുടെ കൂടെ കഴിഞ്ഞ തവണ തിരുവോണം ബമ്പർ അടിച്ച് 25 കോടി രൂപയുടെ തിരുവോണം ബമ്പർ അടിച്ച നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വര സ്വദേശി ഒരു അനൂപുണ്ട്. അന്ന് ചേട്ടനെ പോലെ ഇതേപോലെ ഞെട്ടിയത് അനൂപാണ്. അനൂപിനെ അറിയാമോ? അത് തന്നെ, ഓട്ടോ ഡ്രൈവർ അനൂപ് നമുക്കൊപ്പം ഉണ്ട്. നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അനൂപ് നമുക്കൊപ്പം ഉണ്ട് കേട്ടോ, തത്സമയം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അനൂപ് പഴയ അനൂപല്ല. അനൂപ് ഇപ്പോൾ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്, ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ അനൂപ് ഇപ്പൊ നമുക്കൊപ്പം ഉണ്ട്. അനൂപെ നമസ്കാരം. നമ്മുടെ പൊന്നൻ ചേട്ടനും കുടുംബം അപ്പുറത്തുണ്ട്. എങ്ങനെയുണ്ട് അനൂപ്? ജീവിതം ഹാപ്പി ആയിട്ട് പോകുന്നോ? നമസ്കാരം. ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. കേരള ലോട്ടറി ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന തുകയാണ് അനൂപിന് അടിച്ചത്. 25 കോടി അടിച്ചു. എത്രയായിരുന്നു അന്ന് കിട്ടിയത്? പൊന്നൻചേട്ടൻ അവിടെ ഉണ്ട്. ആദ്യം പൊന്നൻചേട്ടനോട് സംസാരിക്കാം അനൂപിന്. ചേട്ടൻ അടിച്ചതിന് സന്തോഷമുണ്ട്. എനിക്ക് ആദ്യം കിട്ടിയത് 12 ചില്ലറയാണ് കൈ കിട്ടിയത്. ഓ, ഇപ്പൊ ചേട്ടന് 12 കോടി അടിച്ചിട്ടുണ്ട്. എത്ര കിട്ടുമായിരിക്കും അനൂപേ? ചേട്ടനൊരു 7 താഴോട്ടേ കിട്ടുള്ളൂ. അതിന് 7 താഴെയാവോ? 7 കോടി 20 എന്നാണ് ഇപ്പൊ ചേട്ടനോട് താരോ പറഞ്ഞിരിക്കുന്നത്. 7-നകത്ത് നമുക്ക് എത്ര അടിക്കുന്ന അതിൻ്റെ ഒരു പകുതിയെ കിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ. അതൊക്കെ ഇവിടുത്തെ ടാക്സും കൂടെ പിടിച്ചിട്ടാണ് നമുക്ക് വരുന്നത്. മൊത്തം ടാക്സ് പിടിച്ചിട്ട് അല്ലേ? ഈ 12 കിട്ടിയപ്പോഴേ അനൂപ് വളരെ വയസ്സായിട്ടാണ് അത് ചെയ്തത്. പല ലോട്ടറി അടിക്കുന്ന ആളുകളും ചില മണ്ടൻ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഈ പൊന്നൻ ചേട്ടന് കൊടുക്കാനുള്ള അനൂപിന്റെ ആദ്യത്തെ അഡ്വൈസ് എന്താ? അത് നമുക്കിപ്പോൾ കിട്ടുന്ന എമൗണ്ട് ഇവിടുത്തെ ടാക്സ് പിടിച്ചിട്ടാണ് ആദ്യം വരുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കേന്ദ്രത്തിലൊരു ടാക്സ് വരുന്നുണ്ട്. അത് നമ്മളൊരു ചാർട്ടൽ അക്കൗണ്ട് കണ്ടിട്ട് അത് നമ്മൾ അടയ്ക്കണം. കാരണം പലവർക്കും അത് അറിയില്ല. എല്ലാവരും വിചാരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പൈസ എടുത്ത് ചിലവാക്കാന്നുള്ളൊരു ധാരണ ഉണ്ട്. അങ്ങനെയല്ല, ചേട്ടൻ അത് ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്ക് ഇനി ഒരു ടാക്സ് വരുന്നുണ്ട് കേന്ദ്രത്തിൽ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ചേട്ടൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക. അതിനു മുമ്പ് നമ്മളെടുത്ത് പൈസ ചിലവായി കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ. പലവർക്കും അതിനെപ്പറ്റി അറിയില്ല. എനിക്കും അറിയില്ലായിരുന്നു. എനിക്ക് കിട്ടിയതിന് ശേഷം മനസ്സിലായി. അപ്പോൾ ചേട്ടൻ അതൊന്ന് ശ്രദ്ധിക്കണം. ഒരു ചാർട്ടൽ അക്കൗണ്ട് എങ്ങനെയാണെന്നുള്ള രീതിയിൽ അതിന് ടാക്സ് ആദ്യമേ അടയ്ക്കണം. അത് കൈകാര്യം നമ്മൾ നോക്കി ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്കിപ്പോൾ പല ആവശ്യങ്ങളും അതെ, നമുക്കിപ്പോൾ പൈസ കിട്ടിയതിന് ശേഷം പല ആവശ്യങ്ങൾ വരും. ചേട്ടൻ ഇപ്പോൾ അറിഞ്ഞുകൂടാത്ത ബന്ധുക്കൾ ഇനി വരും. ചേട്ടൻ എല്ലാം നോക്കിയും കണ്ട്. ഇപ്പം ചേട്ടൻ ഒരു 3 മാസത്തേക്ക് പൈസ പെട്ടെന്ന് എടുത്ത് ഒന്നും ചെയ്യരുത്. ഒന്നും ചെയ്യാതെ ചേട്ടൻ ടാക്സും കാര്യങ്ങളെല്ലാം പോയിട്ട് ചേട്ടൻ ഫാമിലിയായിട്ട് ഇരുന്നൊന്ന് ആലോചിച്ചതിന് ശേഷം എന്തും ചെയ്യണം. ഇപ്പോഴത്തെ പിണക്കങ്ങളും വരുന്നതൊന്നും ചേട്ടൻ നോക്കണ്ട. എന്തായാലും അതെല്ലാം കാണും. അത് കൈകാര്യം നോക്കി ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നത്. മണ്ടത്തരം എന്തായിരുന്നു അനൂപ്? എന്തെങ്കിലും മണ്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പൈസ കിട്ടിയ സമയത്ത്, അതായത് ഇപ്പൊ അടിച്ചാൽ ചെയ്യാത്ത മണ്ടത്തരം ഉണ്ടായിരുന്നു. ഞാൻ അത് കിട്ടിയ ഉടൻ തന്നെ ഞാൻ എല്ലാവരും അറിയിച്ചായിരുന്നു. അത് വലിയൊരു മണ്ടത്തനായിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ ശത്രുക്കളും കൂടുതലാണ്. ഇപ്പോൾ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ ആരെയും അറിയിക്കാതെ ആദ്യം ഫാമിലി ആയിട്ട് ഇരുന്നൊന്നും എല്ലാം ചർച്ച ചെയ്തതിന് ശേഷം നമ്മൾ ഓരോന്ന് ചെയ്യുക. ചാടിക്കറി എല്ലാവരും അറിയിക്കരുത്. കാരണം നമുക്കിപ്പോൾ ആദ്യം ഇപ്പോൾ ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. വലിയൊരു എമൗണ്ടാണ് കയ്യിൽ വന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഇത് വരും, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഇത് വരും. അത് ചേട്ടനും അതുകൊണ്ട് ചേട്ടൻ അതെല്ലാം നോക്കി. ചേട്ടൻ എന്നെക്കാട്ടി ഏജും കാര്യങ്ങളുള്ള ആളാണ്. ചേട്ടൻ അറിയായിരിക്കും. ചേട്ടൻ മാക്സിമം ചേട്ടൻ്റെ ഫാമിലി ആയിട്ട് ഇരുന്ന് നോക്കി എല്ലാം ചെയ്യുക. പറഞ്ഞോട്ടോ. അപ്പൊ പൊന്നൻചേട്ടാ, അനൂപ് പറഞ്ഞത് കേട്ടല്ലോ. നമ്മളിത് 3 മാസം ആ പൈസ വേറെ കാര്യത്തിലൊന്നും മാറ്റാതെ നമുക്ക് ടാക്സ് ഒക്കെ എത്രയാണെന്ന് കണക്ക് കൂട്ടി കൃത്യം എത്ര പൈസ നമ്മുടെ കയ്യിൽ വരുന്നു എന്നുള്ളത് എടുത്ത് സാവകാശം ഒരു തീരുമാനം എടുക്കണമെന്നോ. അപ്പോൾ പൊന്നൻചേട്ടൻ്റെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടാവുമല്ലോ. എന്താ ആ ആദ്യത്തെ സ്വപ്നം? എന്താ? വീടാണോ, മോന് ജോലിയാണോ, ഒരു ബിസിനസ്സാണോ, എവിടെയെങ്കിലും യാത്രയാണോ, അങ്ങനെ എന്തെങ്കിലും? ജോലിയും ബിസിനസ്സും ഒന്നും നമുക്കിപ്പോൾ പറ്റത്തില്ല. നമ്മളത്ര വയസ്സായി. അതെ, നമുക്കിപ്പോൾ നമ്മുടെ വീട് ശരിയാക്കണം. പിന്നെ ഒരു മോനുണ്ട്, അദ്ദേഹത്തിന് അതിൻ്റെ ബാക്കി കാര്യങ്ങളല്ല. നമുക്ക് ഇതിനകത്ത് വലിയ ഇടപാടൊന്നും വയ്യ. അത്യാവശ്യം അയാൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത്രേ ഉള്ളൂ. നമുക്ക് ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്ക് സുഖമായിട്ട് ജീവിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ജോലിയൊന്നും പിന്നെ താല്പര്യം ഇല്ല. ഈ സുഖമായി ജീവിക്കണം എന്ന് പറഞ്ഞല്ലോ പൊന്നൻചേട്ടാ. പൊന്നൻചേട്ടൻ്റെ സങ്കല്പത്തിൽ ഈ സുഖമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ, എന്താണ് ഉദ്ദേശിച്ചത്? എനിക്കിപ്പോഴേ ഹലോ, എനിക്ക് 76-ാമത്തെ വയസ്സാ. 76-ാമത്തെ വയസ്സ് വരെ ഇന്ന് വരെ ഞാൻ അധ്വാനിച്ച് സ്വന്തമായിട്ട് ജീവിച്ചിട്ടുള്ളേ ഉള്ളു. നീ അങ്ങോട്ട് ഇനി അധ്വാനമൊന്നും നടക്കത്തില്ല. അതെ,
കഷ്ടകാലത്തിൽ ബൈക്ക് വന്നിടിച്ചു. കഴിച്ച് സുഖമായിട്ട് വീട്ടിൽ ഇരിക്കണം എന്നുള്ള വേറെ ഒന്നുമില്ല. അതെ, ഒരു അത്യാവശ്യം നല്ലൊരു വീട് വെക്കണം. ബൈക്ക് അടിച്ചത് ഈ വീട്ടിന്റെ കടത്തിന് വേണ്ടി 1,00,000 രൂപ. അതെ, ഇപ്പൊ കടം ഉണ്ടോ? ഇപ്പൊ ഇച്ചിരി കടമൊക്കെ ഉണ്ട്. ഓക്കെ, ആ കടം കൂടെ ഇതിനകത്ത് ബാക്കിയൊക്കെ വെച്ച് തീർക്കാം. ഇപ്പോഴേ നമ്മളെ ഈ ഡെയിലി ടിക്കറ്റ് വിറ്റ് അന്നരി മേടിച്ച് ജീവിക്കുക. അതെന്തായാലും എങ്കിലും നമുക്ക് ആ ഒരു ഇതൊന്നും ഇല്ലാതെ മാറണം, അത്രേ ഉള്ളൂ. കഷ്ടപ്പെടാനുള്ളത് നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞു അല്ലേ? ഇതൊക്കെ ഒരു 10-30 വർഷം മുമ്പ് അടിച്ചിരുന്നെങ്കിൽ എന്താണല്ലേ വർഷം കൂടെ ജീവിച്ചിരിക്കുമെന്ന് അല്ലേ പറഞ്ഞു ചേട്ടാ? ഇതൊരു 10-30 വർഷം മുമ്പൊക്കെ അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. അങ്ങനല്ല വിചാരിച്ചത്. ഇനി അങ്ങോട്ട് 1-2 വർഷം ജീവിച്ചിരിക്കൂ. ചുമ്മാ പറഞ്ഞു ചേട്ടാ, ഇനി എത്രയോ കാലം ജീവിച്ചിരിക്കണം. നോക്കിക്കോ, ആകെ ചുമ്മാ അങ്ങനൊന്നും വിചാരിക്കരുത്. അതുകൊണ്ടൊരു അങ്ങനെ വിചാരിച്ചത് കൊണ്ട് ഇപ്പൊ ഇങ്ങനെ എത്തി. അതെ, അങ്ങനെ വലിയ മോഹങ്ങളൊന്നുമില്ല. അത്യാവശ്യം കാലും വയ്യ എല്ലാം. എവിടെയെങ്കിലും യാത്രയൊക്കെ പോകണമെന്നുണ്ടോ? അങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണണം അങ്ങനെ? ഗുരുവായൂരൊന്ന് പോകണമെന്നുണ്ട്. ഗുരുവായൂർ പോകണമെന്നുണ്ട്. ഓക്കെ, സന്തോഷം പൊന്നൻ ചേട്ടാ. ചേച്ചി, ഇത് പൊന്നൻ ചേട്ടൻ്റെ ആഗ്രഹമാണ്. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാൻ പറ്റുന്നത്? ഒരു മൈക്കൊന്ന് കൊടുക്കൂ വിനോദേ. ഉണ്ട്. ഓക്കെ, എന്താ ചേച്ചിയത്? ഞാൻ ചെയ്യുന്നത് ലോട്ടറി കച്ചവടമാണ്. ഓ, പിന്നെ ഇപ്പോഴും ഞാൻ പോയി ഇച്ചിരി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും തട്ട് അടിച്ചിട്ടിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ വടക്ക് വഞ്ചിമുക്കെന്ന് പറയുന്ന സ്ഥലത്ത് തട്ടടിച്ചിട്ട് അവിടെ ഇരുന്ന് കച്ചവടമാണ്. ഇന്നത്തെ ലോട്ടറി എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കുറച്ചുകൂടി വിപുലമാക്കണം, ഒരു കടയാക്കി മാറ്റണം അല്ലേ? ആക്കണം. അതേ ഉള്ളൂ. പിന്നെ എവിടെയെങ്കിലും യാത്ര പോകണമെന്ന് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അതേ ഉള്ളൂ. നമ്മൾ അമ്പലത്തിലൊക്കെ എല്ലാ പ്രാവശ്യവും പോവും. അത് പോണക്കൊക്കെ എന്തെങ്കിലും യാത്ര പോകണം എന്നുള്ളതുകൊണ്ട് മൂകാംബിക, പളനി അങ്ങനെയൊക്കെ ഉള്ള ദേവാലയങ്ങളിലൊക്കെ പോയും ഗുരുവായൂര് അങ്ങനെയൊക്കെ പോകും. ക്ഷേത്ര ദർശനങ്ങൾ നടത്തണം എന്നുള്ളതാണ്. അനുപേ, നമ്മുടെ പൊന്നൻ ചേട്ടനെ അങ്ങനെ വലിയ മോഹങ്ങളോ ബിസിനസ് സംരംഭങ്ങളോ ഒന്നുമില്ല. ഇതേപോലെ ലോട്ടറി കച്ചവടം, ഒരു നല്ല കടയിടണം, അത്യാവശ്യം സമാധാനത്തിൽ ജീവിച്ചു പോകണം. 76 വർഷം ജീവിച്ച മനുഷ്യനല്ലേ, എത്രയോ കഷ്ടപ്പെട്ട് ജീവിച്ച മനുഷ്യനാ അനൂപേ. അതെ, എനിക്ക് പുള്ളിയുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മാസത്തിനകത്ത് വെച്ച് ക്യാഷ് നമ്മളെ കയ്യിൽ വരും. അപ്പോൾ മാക്സിമം ഒരു 3 മാസം പുള്ളി ഇതൊന്നും എടുക്കരുത്, ആർക്കും കൊടുക്കാനോ എന്ത് ബുദ്ധിമുട്ടൊന്നും ചെയ്യരുത്. അത് നമ്മൾ ബാങ്കിൽ ഇടുമ്പം തന്നെ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് മതി, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ 3 മാസം കഴിഞ്ഞ് കേന്ദ്രത്തിൻ്റെ ടാക്സ് അടച്ചതിന് ശേഷം മാത്രമേ ഈ ക്യാഷ് ചേട്ടൻ എന്തെങ്കിലും ചെയ്യാവൂ. അത് പലർക്കും അറിയില്ല. അത് കിട്ടിയ അവിടെ മൊത്തത്തിൽ നമുക്ക് എടുത്ത് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഇതാണ്. അങ്ങനെയല്ല, ടാക്സ് അടച്ചതിന് ശേഷം മാത്രമേ ചേട്ടൻ ബന്ധുക്കൾക്കായാലും ആക്കായാലും എന്തും ചെയ്യാവൂ. അതൊന്ന് ശ്രദ്ധയോടെ ചെയ്യണം. അത് വലിയൊരു കാര്യമാണത്. അത് അവർ നമുക്ക് പറഞ്ഞു തരില്ല. നമ്മളൊരു ചാർട്ട് അക്കൗണ്ട് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റുമോ അത് എപ്പോഴാണ് അടയ്ക്കാനുള്ളതെന്ന്, എത്രയാണ് അടയ്ക്കാനുള്ളതെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ എടുത്ത് ചേട്ടൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഓക്കെ, ഒരുപാട് പേര് പൊന്നൻ ചേട്ടാ സഹായമൊക്കെ ഇനിയിപ്പോൾ ചോദിച്ചു വരും. അത് പല രീതിയിൽ നമുക്ക് ഇനി വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരും പല 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 സങ്കടങ്ങൾ പറഞ്ഞ് പലതും വരും. അതിലൊന്നും ഇപ്പം ചേട്ടൻ വിടാതിരിക്കുക. ചേട്ടൻ 3 മാസം ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് ചേട്ടൻ നോക്കി പല സിറ്റുവേഷനുമായിട്ടുള്ള ഒരേ ആൾക്കാർ വരുമല്ലോ. ഒരുപാട് കഥകൾ പറഞ്ഞുള്ള മനുഷ്യർ വരും. അതൊക്കെ ചിലപ്പോൾ യാഥാർത്ഥ്യമുള്ളതും ആവാം, ചിലത് വ്യാജവും ആവാം. അതെ, എനിക്ക് അടിച്ചപ്പോൾ തന്നെ ഇതിനു മുമ്പ് അടിച്ച ചേട്ടൻ വിളിച്ച് എൻ്റെ അടുത്ത് പല ഉപദേശങ്ങളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം ഉൾക്കൊണ്ട് അതനുസരിച്ചാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് കറക്റ്റായി ചെയ്യാൻ പറ്റി. അപ്പോൾ അതാണ് ഞാൻ ചേട്ടനും പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ എല്ലാം നമുക്ക് ഇതാവും. ഓക്കെ, നമുക്കിപ്പോൾ ചേട്ടന് അത്യാവശ്യത്തിനുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. അത്യാവശ്യം ബാങ്കിൽ ഇട്ടാലും നമുക്ക് പലിശ തന്നെ മതിയാവും ചേട്ടന്. അത് കഴിഞ്ഞ് ചേട്ടൻ എടുത്ത് ചെയ്യുക. ബാങ്കിൽ ഇട്ടാൽ കിട്ടും, ചേട്ടന് നല്ലൊരു എമൗണ്ട് കിട്ടും, അതിൽ നിന്ന് കിട്ടും. അത് മതി ചേട്ടന് 2-3 മാസം മുന്നോട്ട് പോയാൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വീട് ചേട്ടൻ്റെ ഇഷ്ടം പോലെ എന്ത് വേണോ ചെയ്യാം. അതൊന്ന് ചേട്ടൻ ശ്രദ്ധിക്കുക. അത് ഓക്കെ ചേട്ടാ. അപ്പോൾ ചേട്ടാ സന്തോഷം. അപ്പോൾ ഉഷാറായിരിക്കുക, ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുക ഇനിയുള്ള സമയം കേട്ടോ വിനോദേ. അപ്പം അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കുഞ്ഞാഗ്രഹങ്ങളല്ലേ ഉള്ളൂ.
വിനോദം അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പ്ലാൻ അല്ലേ? ഉള്ളു. ആന്ന്. സന്തോഷം വിനോദേ, സന്തോഷം പൊന്നഞ്ചേട്ടാ, സന്തോഷം ചേച്ചി കണ്ടതിൽ. അനൂപേ താങ്ക് യു. സന്തോഷം. അപ്പോൾ ഉഷാറായി യാത്രയൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുക. ഒരു കാലം മുഴുവൻ കഷ്ടപ്പെട്ടതിന് ദൈവം തന്നതാണ് എന്നാണ് ആ കുടുംബം കരുതുന്നത്. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തേക്ക് ഒന്ന് പോയി കാണണം, അത്യാവശ്യം കൊച്ചു കൊച്ചു യാത്രകളൊക്കെ നടത്തണം എന്നുള്ളതാണ്. സന്തോഷം അല്ലേ? ഈ എത്രയോ കഷ്ടപ്പാടുകൾ കഴിഞ്ഞ് അദ്ദേഹം പറയാണ് ഈ 2 വർഷമേ ഉള്ളൂ, എന്താ സ്വപ്നം. ജീവിതത്തിൽ ഇത് വലിയ പാഠമാണ്. നമ്മളിപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് സ്വപ്നം ചെയ്യുന്ന പോലെയൊന്നും അല്ല. 76 വയസ്സുള്ള പൊന്നഞ്ചേട്ടൻ പറയുന്നു ഗുരുവായൂർ പോകണം, മോന് ഒത്തിരി കാര്യങ്ങൾ നടക്കണം, അത്യാവശ്യം വീട്ടിൽ ഇരിക്കണം, സന്തോഷം, അത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. സുഖം എന്നുള്ളത് പ്രായത്തിനനുസരിച്ച് മാറി വരുന്നതേ.